എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. മുട്ടയൊന്നും യൂസ് ചെയ്യാതെ പാലും മൈദയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ നല്ലോണം മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറിൽ വെച്ചിട്ട് മൈദ നല്ലോണം മിക്സാക്കി എടുക്കണം. ഈ മൈദയുടെ പച്ചച്ചുവ ഒന്ന് മാറി കിട്ടുകയുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ബട്ടറിൽ കിടന്നിട്ട് മൈദക്ക് നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഇതിലുള്ള കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല സ്മൂത്തായി വന്നോളും. അപ്പോൾ മൈദയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ മിക്സ് പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവത്തിലാകും. അപ്പോൾ ഇതേപോലെ അധികം കട്ടിയാവാതെ കുറച്ച് ലൂസായിട്ട് തന്നെ ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേയിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ മാവ് ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുക്കാം. ചൂടാറാൻ നിൽക്കരുത്, അപ്പോൾ കട്ടിയായി പോകും. ആ ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നാക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ബാറ്റർ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയുടെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇളക്കി കൊടുക്കൊന്നും ചെയ്യാതെ ഇതേപോലെ തന്നെ വെക്കുക. കളറ് മാറി കിട്ടുവോളം വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ബ്രൗൺ കളറായി വരണം. എന്നാലേ നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയത് വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലോണം കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് നന്നാക്കി ഒന്ന് കുറുക്കിയെടുക്കണം.
അപ്പോൾ അത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ബാറ്റർ ഇതേപോലെ ഈ കയ്യിൽ നിന്നിങ്ങനെ ഉറ്റി വരുന്നൊരു പരിവാകുമ്പോൾ നമുക്ക് ആ മൈദയുടെ മുകളിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മൈദ നല്ലോണം വേവിച്ചെടുക്കണം. മൈദ വേവിക്കാതെ നമ്മൾ ഇതേപോലെ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൈദയുടെ ഒരു പച്ച ചുവ നല്ലോണം ഉണ്ടാകും. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചിട്ട് വേണം ഈ മിക്സ് തയ്യാറാക്കാൻ. പിന്നെ കാരമലൈസ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാനും പാടില്ല. ഇതിൻ്റെ ഫ്ലേവർ നല്ല വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റിയുള്ള പുഡിംഗ് റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ക്ലീൻ റാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അത് 5 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണിത്. നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. മൈദയാണെങ്കിലും പുഡിംഗ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചൈന ഗ്രാസും ജലാറ്റിനൊക്കെ വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ പുഡിംഗ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്